ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യനുമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരവ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബഷീറിൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും സ്വാധീനിച്ച വൃക്ഷം ഏതാണ്? ബഷീറിൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും സ്വാധീനിച്ച ഒരു വൃക്ഷം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കൂ. എന്താണ് ഉത്തരം? മാംഗോസ്റ്റിനാണ്. ബഷീറിൻ്റെ ജീവിതത്തെയും സാഹിത്യത്തെയും സ്വാധീനിച്ച ഒരു വൃക്ഷമാണ് മാംഗോസ്റ്റിൻ. അടുത്തത്, ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കഥ ഏതാണ്? ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കഥ ഏതാണ്? ഉത്തരം എൻ്റെ തങ്കം. ജയകേസരിയിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കഥയാണ് എൻ്റെ തങ്കം. അടുത്തത്, ബഷീറിൻ്റെ ആദ്യത്തെ നോവലായ പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം. ബഷീറിൻ്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം. അത് പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം വരുന്നത് 1942. ബഷീറിൻ്റെ ആദ്യത്തെ നോവലായ പ്രേമലേഖനം പ്രസിദ്ധീകരിച്ച വർഷം 1942. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പുസ്തകം ഏതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പുസ്തകം ഏതാണ്? ഉത്തരം വരുന്നത് പ്രേം പാറ്റ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പുസ്തകം ഏതാണ്? പ്രേം പാറ്റ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ബഷീറിന് പ്രേം നസീർ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ബഷീറിന് പ്രേം നസീർ അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1992. ശ്രദ്ധിക്കുക, ബഷീറിന് പ്രേം നസീർ അവാർഡ് ലഭിച്ച വർഷം 1992. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ബഷീറിൻ്റെ ഏത് കഥയാണ് ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചത്? ചോദ്യം ഇതാണ്: ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ബഷീറിൻ്റെ ഏത് കഥയാണ് ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചത്? ഉത്തരം ഇതാണ്: എൻ്റെ ഉപ്പാപ്പൊക്കൊരാന ഉണ്ടാർന്ന്. അപ്പോൾ എൻ്റെ ഉപ്പാപ്പൊക്കൊരാന ഉണ്ടാർന്ന് എന്ന ബഷീറിൻ്റെ കൃതിയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ഉപപാഠപുസ്തകമാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ബഷീറിൻ്റെ ഒരേ ഒരു നാടകമായ കഥാബീജത്തിന് അവതാരിക എഴുതിയതാര്? ബഷീറിൻ്റെ ഒരേ ഒരു നാടകമായ കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ബഷീറിൻ്റെ ഒരേ ഒരു നാടകമാണ് കഥാബീജം. അതിന് അവതാരിക എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അടുത്തത് നോക്കിക്കോളൂ. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏതാണ്? ഉത്തരം ഇതാണ് ജന്മദിനം. അപ്പോൾ ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥയാണ് ജന്മദിനം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? ഉത്തരം നോക്കിക്കോളൂ. മാന്ത്രികപ്പൂച്ച. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവലാണ് മാന്ത്രികപ്പൂച്ച. ഓക്കെ, പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ബഷീറിൻ്റെ കൃതിയായ ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഉത്തരം MP പോൾ. അപ്പോൾ ബഷീറിൻ്റെ കൃതിയായ ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയതാരാണ്? MP പോളാണ്.
അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? ബഷീറിൻ്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം നോക്കിക്കോളൂ. പെരുമ്പടവം ശ്രീധരൻ. അപ്പോൾ ബഷീറിൻ്റെ ആകാശങ്ങൾ ഇത് ആരുടെ കൃതിയാണ്? പെരുമ്പടവം ശ്രീധരൻ്റെ കൃതിയാണ്. 12ാമത്തെ ചോദ്യം ഇതാണ്. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആരാണ്? ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആരാണ്? ഉത്തരം മമ്മൂട്ടി. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് മമ്മൂട്ടിയാണ്. അടുത്ത ചോദ്യം. ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണിത്. വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ഉത്തരം ഇതാണ്. ബാല്യകാല സഖി. അടുത്ത ചോദ്യം. ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴിമാറ്റിയത് ആരാണ്? ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴിമാറ്റിയത് ആരാണ്? ഉത്തരം മലയാളിയായ സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി. ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴിമാറ്റിയത് മലയാളിയായ സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫിയാണ്. അടുത്ത ചോദ്യം. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ബഷീർ തന്നെയാണ്. ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ബഷീർ തന്നെ. അടുത്ത ചോദ്യം. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം അനീസ് അൻവർ. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകനാണ് അനീസ് അൻവർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാര്? ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാരാണ്? ഉത്തരം നോക്കിക്കോളൂ. MA റഹ്മാൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് MA റഹ്മാൻ. അടുത്തത്. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1992. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം 1992 അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1954. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്. ഉത്തരം കടുവാക്കുഴി ഗ്രാമം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. ഓക്കെ, ചോദ്യം ഇതാണ്. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ്? അപ്പോൾ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലാസ് നന്നായി ശ്രദ്ധിച്ചവർക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അവരെന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ, നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അറിയാത്തവർ ആ ചോദ്യം ഉത്തരവും നന്നായി പഠിച്ചു വെക്കുക. ക്വിസ് മത്സരത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കുക. ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.